probably involve our head office in New Delhi. It will make things easier. Sure, I can get you the required details in 2 days. Oh, that would be great. Thank you. Michael, do you guys want to read this once again? Yeah, sure. Without the way that receive. Forse mi sembra sì. Ma'am, registered post for you. तुमको पाया है तो जैसे खो इसमें अगर एक्सपोजर है अगर എന്താ നേരത്തെ एक स्विमिंग നമ്മൾ തമ്മിൽ ഒരു സീക്രട്സും ഇല്ല എന്നാണ് ഞാൻ ഇന്ന് വരെ കരുതിയിരുന്നത്. ഇന്ന് വരെ എക്സസൈസിനിടയ്ക്ക് വീണു അല്ലേ? ഇപ്പൊ ഹോളിഡേസ് ആണല്ലേ? ഹൗ കുഡ് യു ഡു ദിസ്? എനിക്ക് അവിടെ പറ്റുന്നില്ല അമ്മ. നിന്റെ പ്രായത്തിൽ NDAയിൽ ചേരുന്ന എല്ലാ കുട്ടികൾക്കും തോന്നുന്ന ഫീലിംഗ് ആണത് ആദ്യം. പിന്നെ യു ഗെറ്റ് യൂസ് ടു ഇറ്റ്. എന്റെ അവിടുത്തെ ലൈഫിനെ കുറിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും അറിയോ? എന്തെങ്കിലും? അജയ്, നിന്റെ ചോയ്സ് ആയിരുന്നു NDA. നിന്റെ. മറ്റ് കരിയർ ഓപ്ഷൻസ് ഒന്നും പറയാൻ പോലും നീ എന്നെ അന്ന് അനുവദിച്ചിട്ടില്ല. അമ്മ ഐ അഗ്രി. പക്ഷെ മറ്റു കാരിയേഴ്സിനെ പോലെ അല്ല ഇത്. മറ്റു കോളേജസിനെ പോലെ അല്ല NDA. അത് ഞാൻ മനസ്സിലാക്കിയതും അല്പം ലേറ്റ് ആയിട്ടാ. ആൻഡ് ഡോണ്ട് ബ്ലെയിം മീ ഫോർ ദാറ്റ്. ഐ വിൽ ബ്ലെയിം യു ഫോർ ദാറ്റ്. നിനക്ക് തിരികെ പോരാനായിരുന്നെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോരായിരുന്നല്ലോ. അതിനുള്ള ഓപ്ഷൻ അവർ തന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ മോഹൻ, ഹായ്. എത്ര മാസങ്ങൾ നീ അവിടെ ഉണ്ടായിരുന്നു? അത്രയും നാളെടുത്തോ അതല്ല നിന്റെ ലൈഫ് എന്ന് തിരിച്ചറിയാൻ? നീ അവിടെ നിന്ന് പോന്നത് എന്നെ വിഷമിപ്പിക്കുന്നുണ്ട്. അതിന്റെ പെനാൽറ്റിയായി 2 ലക്ഷം രൂപ കൊടുക്കണം. ദാറ്റ് ഐൽ മാനേജ്. പക്ഷെ നീ എന്നോട് ഒരു വാക്ക് പോലും പറയാതെ ഈ ഡിസിഷൻ എടുത്തതാണ് എന്നെ ഏറ്റവും ഹേർട്ട് ചെയ്യുന്നത്. ഒരു ഡിസിഷൻ ഞാൻ തന്നെ എടുക്കട്ടെ അമ്മ. ഏയ് അജയ്, കൂൾ ഡൗൺ മാൻ. അമ്മയോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. ഞങ്ങൾ തമ്മിലുള്ള കാര്യത്തിൽ ഇടപെടാൻ who the hell are you? അജയ്! അമ്മ, ഞാൻ അമ്മയോടാണ് സംസാരിക്കുന്നത്. ഔട്ട്സൈഡേഴ്സ് എന്നൊരു കാര്യമില്ല. മോഹൻ എനിക്ക് ഔട്ട്സൈഡർ അല്ല. എനിക്കാണ്. ഒരു ജീവിതം മുഴുവൻ നിന്റെ മുന്നിൽ ബാക്കിയുണ്ട്. നീ എന്ത് ചെയ്യാൻ പോകുന്നു അത് വെച്ച്? ഹലോ. ഞാൻ വരാം. ഐ ഫുള്ളി സപ്പോർട്ട് യുവർ ഡിസിഷൻ. പക്ഷേ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വെച്ച് പോകരുത് അച്ഛനെ കാണാൻ. എൻ്റെ അമ്മയുടെ ലൈഫിൻ്റെ പ്രൈം. എനിക്കൊരു അച്ഛന് ആവശ്യമുണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടായിരുന്നു. ആ സമയത്താണ് അയാൾ ഞങ്ങൾ ഒറ്റക്കാക്കിയിട്ട് പോയത്. സത്യം പറഞ്ഞാൽ എനിക്ക് അയാളുടെ മുഖം പോലും ഓർമ്മയില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഏതൊരാളെ കാണാൻ പോകുന്ന ഫീൽ, അത്രേ ഉള്ളൂ. But Ajay, he's your father. ഇവിടെ നല്ല ദോശ കിട്ടും. നിനക്ക് വേണോ? No. എനിക്ക് ഇവിടുന്ന് ഒരു മാറ്റം ആവശ്യമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രം ഞാൻ പോകുന്നത്. ജസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ്. ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത, ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, അയാളുടെ അടുത്തേക്ക് ഞാനിപ്പോൾ പോകുന്നു. അജയ് അല്ലേ? അല്ല. ഓ സോറി. രവിശങ്കർ.
യുവർ ഫാദേഴ്സ് ബ്രദർ. No, no. ഓക്കെ, കം. പ്ലീസ്. കേരളം ടച്ച് ചെയ്തപ്പോഴും ഉണർന്നതാണോ അല്ലേ? അല്ല, കേരളം എത്തുമ്പോഴേക്കും നല്ല ഒന്നാന്തര റോഡല്ലേ? ഹലോ അമ്മ, ഞാൻ കാറിൽ വീട്ടിലേക്കായിരിക്കും. ശരി, ഞാൻ എത്തിയിട്ട് വിളിക്കും. ബൈ. എത്ര മണിക്കാണ് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ്? ഒരു 9 o'clock. വൈഫൈ ഉണ്ട്. ഇഫ് യു വോണ്ട് ടു സർഫ്, പ്ലീസ് ടെൽ മീ ഇഫ് ദർ ഇസ് എനിത്തിങ് യു വോണ്ട്. If there is anything I want. ഞങ്ങൾക്ക് ഒരിടം വരെ ഒന്ന് പോകണം. അധികം താമസിക്കില്ല. ഫിലിപ്പ് ഇവിടെ ഉണ്ടാവും. എന്തെങ്കിലും കൊണ്ടുവരണോ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ? ഞാനിവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അതൊരു ബോധരക്ഷണമുണ്ട്. എവിടെ വേണേലും പോവുകയോ എപ്പോൾ വേണേലും തിരികെ വരികയോ ചെയ്തോളൂ. ഞാനതാ ഉദ്ദേശിച്ചത്. എനിക്കിപ്പോൾ 5 വയസ്സല്ല. സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ നോക്കാനറിയാം.